അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിറ്ററി ഫീച്ചേഴ്സ് എന്നുള്ള ഒരു ഭാഗമാണ്. യൂണിറ്ററി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമല്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട സവിശേഷതകളെയാണ് യൂണിറ്ററി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എക്സാമൊക്കെ വരുന്ന സമയത്ത് ചില ചോദ്യങ്ങൾ ഈ ഭാഗത്ത് വരാറുള്ളത് നോൺ ഫെഡറൽ ഫീച്ചേഴ്സ് എന്നുള്ള പേരിലാണ്. അപ്പോൾ നോൺ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാലും യൂണിറ്ററി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ ഉത്തരം തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിറ്ററി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്ററി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ഫെഡറൽ അല്ല, ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമല്ല എന്നുള്ളതും ഇന്ത്യ ഒരു ഏകീകൃത അല്ലെങ്കിൽ ഒറ്റ ഭരണ സംവിധാനം മാത്രമുള്ള ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് അവർ കാണിക്കുന്ന ചില ഉദാഹരണങ്ങളുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണ സംവിധാനം ഫെഡറൽ അല്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റുകൾ കൂടിച്ചേർന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അധികാരം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നൽകുന്നത് യൂണിയൻ ഗവൺമെൻറ്റിനാണെന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾ എന്നുള്ളതിന് പ്രസക്തി ഇല്ല എന്നുള്ളത് ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഒന്നാമത്തെ അനുച്ഛേദത്തിൽ ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ അല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് പലരും സമർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് യൂണിറ്ററി ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ ഒന്നാമതായിട്ട് പരിഗണിക്കാം. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യക്ക് ഒറ്റ കേന്ദ്ര ഗവൺമെൻറ്റേ ഉള്ളൂ അല്ലേ. ഇന്ത്യക്ക് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടെങ്കിലും ഇന്ത്യൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരൊറ്റ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഒറ്റ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് മാത്രമാണ്. ഉദാഹരണത്തിന് അത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നോട്ട് നിരോധനം നടപ്പിലാക്കി 2016. ഒരു സംസ്ഥാനത്തോട് പോലും നോട്ട് നിരോധനത്തോ അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ടില്ല. ഒരു ദിവസം രാജ്യത്തിൻ്റെ ഗവൺമെൻറ് എന്ത് ചെയ്തു, നോട്ടുകൾ നിരോധിച്ചു. ഒരു സംസ്ഥാനത്തോട് പോലും ചോദിക്കേണ്ടി വന്നില്ല. കാരണം ചോദിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ അധികാരം ആർക്കാണ്? യൂണിയൻ ഗവൺമെൻറ്റിനാണ്, സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ആ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരം ഉള്ളത്, കൂടുതൽ അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനായത് ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്കാക്കുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ തരത്തിലുള്ള പങ്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന കാര്യത്തിൽ ഭേദഗതി ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവരാൻ പറ്റില്ല. എന്നാൽ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവരാം. ഭേദഗതിയുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് വളരെ കുറഞ്ഞ അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിന് പൂർണ്ണമായ അധികാരവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മൂന്നാമതായിട്ട് ഇന്ത്യൻ ഭരണഘടന ഒരു ഫെഡറൽ അല്ല അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണ സംവിധാനം ഫെഡറൽ അല്ല എന്നുള്ളതിന് ഉദാഹരണമായിട്ട് കാണിക്കുന്നത്. നാലാമതായിട്ട് പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അതിർത്തി നിശ്ചയിക്കുന്നതിലും സംസ്ഥാനങ്ങളിൽ നിന്നും പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിലും കേന്ദ്ര സർക്കാരിന് വ്യക്തമായ അധികാരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമല്ല എന്നതിന് ഉദാഹരണമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനം, ഇപ്പോൾ കേരളത്തെ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണമെങ്കിൽ നാളെ എന്ത് ചെയ്യാം, 2 സംസ്ഥാനമാക്കി മാറ്റാം. ഇനി കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ തമിഴ്നാടിനെയും കേരളത്തെയും കൂട്ടി യോജിപ്പിച്ച് ഒറ്റ സംസ്ഥാനമാക്കാം. അപ്പോൾ അതിനൊക്കെയുള്ള അധികാരം ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ അല്ല എന്നുള്ളതിന് ഉദാഹരണമായിട്ട് അങ്ങനെയും പറയുന്നുണ്ട്. അഞ്ചാമതായിട്ട് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏക പൗരത്വ വ്യവസ്ഥ. ഫെഡറലിസം നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും ഡബിൾ സിറ്റിസൺഷിപ്പ് എന്നുള്ള ആശയം നിലനിൽക്കുന്നുണ്ട്. അതായത് 2 പൗരത്വം, സംസ്ഥാനത്തെ പൗരത്വവും ആ രാജ്യത്തെ പൗരത്വം എന്നുള്ള രീതിയിലും. എന്നാൽ ഇന്ത്യയിൽ ഒരൊറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ, അത് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ള പൗരത്വം മാത്രമാണ്. അപ്പോൾ ആ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ള പൗരത്വം മാത്രമായതുകൊണ്ട് ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമല്ല, യൂണിറ്ററി സംവിധാനമാണ് എന്ന് പലരും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഒരൊറ്റ പൗരത്വം മാത്രമേ ഇന്ത്യയിൽ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളത് ഈ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ആറാമതായിട്ട് പറയുന്നത് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകാൻ ഒരു സംസ്ഥാനത്തിനും സ്വമേധയാ അധികാരമില്ല.
ഇന്ത്യൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു സ്റ്റേറ്റിന്, ഇപ്പോൾ കേരളത്തിൽ നാളെ വേണമെങ്കിൽ വേറെ രാജ്യമായിട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു സംസ്ഥാനത്തിന് പോലും എന്തില്ല, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നോ ഇന്ത്യൻ യൂണിയനിൽ നിന്നോ വിട്ടുപോകാൻ, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് ആറാമതായിട്ട് പറയുന്നത്. ഏഴാമതായിട്ട് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഓരോ സംസ്ഥാനത്തിനും രാജ്യസഭയിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിനിധികളാണുള്ളത്. യഥാർത്ഥ രീതിയിലുള്ള ഫെഡറലിസം ആണെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും ഒരു പ്രതിനിധി അങ്ങനെയൊക്കെ മതിയായിരുന്നു, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ പ്രതിനിധികൾ എന്നുള്ളത്. പകരം ഇന്ത്യയിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത എണ്ണം പ്രതിനിധികളാണ് രാജ്യസഭയിൽ ഉള്ളത്, പാർലമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യസഭയിൽ ഉള്ളത് എന്നുള്ളതും ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ അല്ല എന്ന് പറയുന്നതിനുള്ള ഉദാഹരണമാണ്. എട്ടാമതായിട്ട് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയിൽ പലപ്പോഴും സംസ്ഥാന സർക്കാരിനെ അപേക്ഷിച്ച് കേന്ദ്ര സർക്കാരിന് ഉന്നതമായ അധികാരമുണ്ട് എന്നുള്ളതാണ്. അതായത് രണ്ട് ഗവൺമെൻറ്റുകൾ ഉള്ളതാണ് ഫെഡറലിസം എന്ന് പറഞ്ഞു, ഇന്ത്യയിൽ രണ്ട് ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളതും പറഞ്ഞു. എന്നാൽ ഈ രണ്ട് ഗവൺമെൻറ് ഉണ്ടെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിനെ മറികടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അധികാരമുള്ളവരായിട്ട് യൂണിയൻ ഗവൺമെൻറ് ഉണ്ടാവുകയും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് കൂടുതൽ പ്രസക്തി കിട്ടുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ യൂണിയൻ ഗവൺമെൻറ്റിനാണ്, യൂണിയൻ ലിസ്റ്റിലാണ്. കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ പേരിലും യൂണിയൻ ഗവൺമെൻറ്റിന് കൃത്യമായ അധികാരമുണ്ട് എന്നുള്ളതാണ്. ഇനി തീരുമാനമെടുക്കുന്ന കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായാൽ റെസിജ്വറി പവേഴ്സ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്രത്യേക അധികാരം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എന്തു തീരുമാനമാണോ എടുക്കുന്നത് അവരുടെ തീരുമാനത്തിനായിരിക്കും പ്രസക്തി കിട്ടുക എന്നുള്ളതും ഇന്ത്യ ഒരു ഫെഡറൽ അല്ല എന്നുള്ളതിനുള്ള ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ സവിശേഷതയായിട്ട് പലരും സമർത്ഥിക്കുന്നുണ്ട്. ഒൻപതാമതായിട്ട് പറയുന്നത്, ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ കൂടുതൽ റോളും വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ കൂടുതൽ റോളും വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് പറയുന്നതിൽ നമ്മുടെ ഓരോ സംസ്ഥാനത്തെയും ഭരണം നിയന്ത്രിക്കുന്നത് കളക്ടർമാരാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയെല്ലാം എക്സാമുകളിലൂടെ UPSC വഴി തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിട്ടാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനമാണ് ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഇതിൽ ഒൻപതാമത്തെ പോയിൻ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ IAS IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിന് ഉദാഹരണമാണ്. അവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്, അവരെയൊക്കെ ആ മേഖലയിലേക്ക് എക്സാം എഴുതിയിട്ട് ആ ഒരു ജോലിക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും അവർ ഭാഗമാക്കി മാറ്റുന്നതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളാണ് എന്നുള്ളതാണ് ഒൻപതാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. പത്താമതായിട്ട് പറയുന്നത്, രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ അധികാരം, അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അധികാരം കേന്ദ്ര സർക്കാരിനാണ് എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ അധികാരം സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനുള്ളത് ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമല്ല എന്നതിനുള്ള ഉദാഹരണമായിട്ട് കണക്കാക്കാറുണ്ട്. 11ാമതായിട്ട് പറയുന്നത്, സംസ്ഥാന ഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന ഒരു ഗവർണർ സംവിധാനം നിലനിൽക്കുന്നത് ഇന്ത്യ ഒരു ഫെഡറൽ അല്ല എന്നുള്ളതിന് ഉദാഹരണമാണ്. അതായത് ഫെഡറൽ അല്ല എന്നുള്ളതിന് ഉദാഹരണമായിട്ടാണ് ഗവർണർ എന്നുള്ള ഒരു പൊസിഷൻ. അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനങ്ങളെ, അല്ലെങ്കിൽ ഭരണത്തെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കൃത്യമായി വാച്ച് ചെയ്യുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വാച്ച്മാൻ എന്നുള്ള നിലയ്ക്ക് ഗവർണർ എന്നൊരു സ്ഥാനം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അപ്പോൾ പലപ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റിനെ ഗവർണറെ വെച്ചിട്ട് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമെന്നുള്ളത് ഇന്ത്യ ഒരു ഫെഡറൽ അല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. 12ാമതായിട്ട് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഇന്ത്യ ഒരു യൂണിറ്ററി സംവിധാനമാണ് എന്നതിന് ഉദാഹരണമാണ്. അല്ല, ഇന്ത്യയിൽ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണുള്ളത്. ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി ഉണ്ട്. ആർട്ടിക്കിൾ 356 പ്രകാരം ഓരോ സംസ്ഥാനത്തും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ മൊത്തത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. 356 പ്രകാരം ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ആർട്ടിക്കിൾ 360 പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കാം. ഇങ്ങനെ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണ് ഉള്ളത്. ഈ 3 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലും സംസ്ഥാനങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളത് ഇന്ത്യ ഒരു ഫെഡറൽ അല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
13ാമത്തെ കാരണം പറയുന്നത് ഇന്ത്യയിലെ കേന്ദ്രീകൃത ജുഡീഷ്യൽ സംവിധാനം, ഇന്ത്യ ഒരു യൂണിറ്ററി സംവിധാനമാണെന്നതിന് ഉദാഹരണമാണ്. നമ്മൾ ഓരോ സംസ്ഥാനത്തും ഹൈക്കോടതികളുണ്ട്, ദെൻ ഓരോ ജില്ലയിലും ജില്ലാ കോടതികളുണ്ട്. അങ്ങനെ കോടതി സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഒരൊറ്റ സിംഗിൾ കോടതിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഇന്ത്യയിൽ ഫെഡറൽ അല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമായി, ഫെഡറലിസം നിലനിൽക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി 14ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരൊറ്റ തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതും ഇന്ത്യ ഒരു ഫെഡറൽ അല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ രീതിയിലാണ് ഇന്ത്യ ഒരു ഫെഡറൽ അല്ല എന്നുള്ളതിൻ്റെ 14 കാരണങ്ങൾ വിശദീകരിക്കുന്നത്. ഓക്കെ, എക്സാമിന് ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലും നോൺ ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 7 പോയിൻറ്റും, നോൺ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള 14 പോയിൻറ്റ്സും ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സംശയമുള്ളവർക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം. താങ്ക് യു.